മിഅ്റാജ് ദിനം എന്ന പേരിൽ, മിഅ്റാജ് നോമ്പ് എന്ന പേരിലൊക്കെ പല പ്രവർത്തനങ്ങളും ആരാധനാ കർമ്മങ്ങളും വരുന്നുണ്ട്. ഇതിൽ എന്താണ് ശരി? ഏതൊരു സാധാരണക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം. കുറെ ആളുകൾ പറയുന്നു അതിൻ്റെ ഇന്ന സുന്നത്തുകളുണ്ട് എന്ന് പറയുന്നു. ഒരുപാട് റീലുകൾ കാണുന്നു പല ഉസ്താദുമാരുടെയും. എന്നാൽ കുറച്ചാളുകൾ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇതിലേതാണ് ശരി? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഅ്റാജ് ദിനം അഥവാ റജബ് 27 എന്നത് ഒരു ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാഉം മിഅ്റാജും ഉണ്ട് എന്നതിൽ സംശയമല്ല. ഇസ്രാഉം നടന്നിട്ടുണ്ട്, മിഅ്റാജും നടന്നിട്ടുണ്ട്. ആ യാത്ര സത്യമാണ്. എന്നാൽ അത് ഏത് മാസമാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അത് റമളാനിലാണ്. നേർക്ക് നേരെ ഹദീസിൽ വന്നിട്ടില്ല ഇന്ന മാസത്തിലാണെന്ന്. ഏത് ദിവസത്തിലാണ് എന്നും കൃത്യമായി വന്നിട്ടില്ല. ഇനി അല്ല, ചില ആളുകൾ പറയുന്നത് പോലെ റജബ് 27 തന്നെയാണ് എന്ന് വെക്കുക. ഈ യാത്ര പോയതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്താ പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ. ആ മക്ക കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വരുന്നത് മദീനത്തേക്ക്. ആ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷത്തോളം ജീവിക്കുന്നുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഉം മിഅ്റാജും യാത്ര കഴിഞ്ഞ് 10ഓളം റജബ് കഴിയുന്നുണ്ട്. ഈ 10 റജബിൽ ഏതെങ്കിലും ഒരു റജബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇന്നെല്ലാവരും നോമ്പെടുക്കണം ട്ടോ, അല്ലെങ്കിൽ അന്ന് പ്രത്യേകിച്ചൊരു നിസ്കാരം ഉണ്ട് എല്ലാവരും വരണമെന്നോ, അല്ലെങ്കിൽ അന്ന് പ്രത്യേക ഭക്ഷണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലാവട്ടെ പല ദുർബല ഹദീസുകളും വരുന്നു. ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസാണ്, അല്ലെങ്കിൽ ഹദീസ് എന്ന് പറയുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൻ സാമ യൗമസ് സാബിഅ വൽ 20 മിൻ റജബ്, ആരെങ്കിലും റജബിലെ 27 അന്ന് നോമ്പെടുത്താൽ കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റ, 60 മാസം നോമ്പെടുത്ത പ്രതിഫലം അയാൾക്ക് കിട്ടും. ദുർബലമായ ഹദീസ്, ദഈഫായ ഹദീസ്. ഈ വിഷയത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് റജബിന്റെ ഫളിനെ കുറിച്ചോ അല്ലെങ്കിൽ റജബ് മാസത്തിന്റെ റജബിലുള്ള നോമ്പിനെ കുറിച്ച് പറയുന്ന ഹദീസുകളൊക്കെ ഒന്നുകിൽ ദുർബലമാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെട്ട മൗദൂആയ ഹദീസുകളാണ്. എന്തിനേറെ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണല്ലോ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഹജർ എന്നുള്ള ചുരുക്കപ്പേരിൽ എല്ലാവർക്കും പരിചയം ഉണ്ടാകും. അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ഈ റജബുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? റജബ് മാസത്തിന് പ്രത്യേകമായുള്ള ശ്രേഷ്ഠതയോ, അതിൽ പ്രത്യേകം നോമ്പ് നോൽക്കുന്നതോ, അതിലെ പ്രത്യേക ദിവസങ്ങൾ തെരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നതോ, അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാത്രി നമസ്കാരം നിർവഹിക്കുന്നതോ സൂചിപ്പിച്ചുകൊണ്ട് തെളിവ് പിടിക്കാൻ കൊള്ളാവുന്ന ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനതിന്റെ അറബി വാചകങ്ങളൊന്നും പറയാത്ത സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് പറയാം. അപ്പൊ ഇങ്ങനത്തെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താത്ത ഒരു കാര്യം ഒരാൾ നിർവഹിക്കേണ്ടതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഒരാൾ നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാണ് എങ്കിൽ അത് തള്ളപ്പെടേണ്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീനിൽ ഇങ്ങനെ ഒരു റജബിന്റെ 27 ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പൊ ചില ആളുകൾക്ക് മനസ്സിലിങ്ങനെ തോന്നും അത് നല്ലൊരു കാര്യമല്ലേ, ഒരു നിസ്കാരം എന്നുള്ളത് അതും എതിർക്കണോ? നോമ്പ് എന്നുള്ളത് അതൊക്കെ നല്ല കാര്യമല്ലേ, പടച്ചോണ്ടിരുന്ന് കൂലി കിട്ടണ കാര്യമല്ലേ? അങ്ങനെയുള്ളവരോട് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ മറുപടിയാണ് പറയാനുള്ളത്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് ഒരാൾ ഒരു നോമ്പെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത സമയത്തുള്ള ഒരു നമസ്കരിച്ചു, നോമ്പെടുത്തു എന്നല്ല നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത സമയത്തായിരുന്നു നമസ്കാരം. അതിനെക്കുറിച്ച് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി അയാളോട് ചോദിക്കണം, നീ എന്തിനാ ഈ സമയത്ത് നിസ്കരിച്ചത്? ഈ സമയത്ത് നിസ്കാരമല്ലല്ലോ. ഉടനെ അയാൾ പറയാണ്, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ ശിക്ഷിക്കുന്ന നിങ്ങൾ പറയണേ? ഒരു നിസ്കരിച്ചാൽ അള്ളാഹിന്റെ അടുക്കൽ കുറ്റം കിട്ടുമോ? ആ സമയത്ത് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നീ നമസ്കരിച്ചതിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിരുദ്ധമായി നിന്നതിന്റെ പേരിലാണ് നിനക്ക് നരകം കിട്ടുക. ഒരാൾ നോമ്പെടുക്കുന്നതല്ല പ്രശ്നം, ആ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടാ ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലുള്ള നോമ്പുകളുണ്ട് ഇഷ്ടം പോലെ. ഇനി അടുത്ത മാസം ശഅബാൻ മാസത്തിൽ ഒരുപാട് നോമ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിട്ടുണ്ട്. പിറ്റത്തെ മാസം റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമായും പഠിപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഒരു വിശ്വാസിക്ക് ചെയ്യാനുണ്ട്. അവിടെ ഇസ്ലാം പറയാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു.